Good morning. Today going to talk about brand awareness. Customer relationship management എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 6th യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രാൻഡ് അവയർനെസ്. ബിൽഡിംഗ് ഓഫ് യുവർ ബ്രാൻഡ് അവയർനെസ് ഇസ് ക്രൂഷ്യൽ ടു ഫർദറിങ് എ ബ്രാൻഡ് കൺവേർഷൻ റേറ്റ്. അതായത് ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റർപ്രൈസ് മാർക്കറ്റിംഗ് ഈസ് ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ മാർക്കറ്റ്. എൻ്റർപ്രൈസ് മാർക്കറ്റിങ്ങിൽ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഉള്ളത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബ്രാൻഡ് അവയർനെസ്. ദ ബൾക്ക് ഓഫ് ദ ബ്രാൻഡ് അവയർനെസ് എഫേർട്ട് ഷുഡ് ബി ഗിയേർഡ് ടുവാർഡ്സ് ദ ബ്രാൻഡ് ടാർഗറ്റ് ഓഡിയൻസ്. ഈ ബ്രാൻഡ് അവയർനെസ് ആണ് പിന്നീട് ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് മാറുന്നത്. ഹവർ ലിമിറ്റിംഗ് യുവർ ക്യാമ്പയിൻസ് ടു യുവർ നോൺ ടാർഗറ്റ് ഓഡിയൻസ് വുഡ് ഹിതർ ഗ്രോത്ത് എഫേർട്ട്. അതായത് ടാർഗറ്റ് ഓഡിയൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് കൂടും, ഗ്രോത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് help you. Then as you experiment with messaging, consider your target audience as a starting point that can be expanded to larger reach. അതായത് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അതെന്തിലേക്ക് മാറുന്നു, ബൈയിലേക്ക് മാറുന്നു, പർച്ചേസിലേക്ക് മാറുന്നു. സോഷ്യൽ എൻഗേജ്മെൻറ്റ് ഈസ് ആൻ ഇമ്പറേറ്റീവ് പാർട്ട് ഓഫ് ദ എൻ്റർപ്രൈസ് മാർക്കറ്റിംഗ്. ഇറ്റ് ഷുഡ് ബി ടോപ്പ് പ്രയോറിറ്റി വിച്ച് കംസ് ടു ക്രിയേറ്റിംഗ് ബ്രാൻഡ് അവയർനെസ്. സോഷ്യൽ എൻഗേജ്മെൻ്റ് ആണ് നമ്മളതിൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. അതായത് ബ്രാൻഡ് അവയർനെസ് ആണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി. ബ്രാൻഡ് അവയർനെസ് ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുക, അതൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. അതിന് ശേഷമാണ് നമുക്ക് പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തുന്നത്. സോഷ്യൽ എൻഗേജ്മെൻറ്റ് കീ ടു ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. എൻഗേജിങ് വിത്ത് കസ്റ്റമേഴ്സ് ആഡ്സ് ആൻഡ് ഹ്യൂമൻ ടച്ച് യുവർ ബ്രാൻഡ് ആൻഡ് കൺസ്യൂമേഴ്സ് അപ്രീഷിയേറ്റ് ജെന്യുവിൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻ. അവർ ചാറ്റ് ബോട്ട് ടൈലർ റെസ്പോൺസസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു ആഡ് നമ്മൾ ഫുള്ളായിട്ട് കാണുന്നുവെങ്കിൽ, 2-3 പ്രാവശ്യം അത് ഫുള്ളായിട്ട് കാണുന്നുവെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിലൊരു റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പം നമുക്ക് അതിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫോൺ നമ്പറുകളും മെയിൽ ഐ ഡികളും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കോൺടാക്റ്റ് ചെയ്യും, അതാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് മാറുന്നത്. അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവരെ ഇതിലേക്ക് എത്തിക്കുക, പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തിക്കുക. അനദർ വേ ടു ഹെൽപ്പ് ബിൽഡ് ബ്രാൻഡ് അവയർനെസ് ഓഫ് യുവർ കമ്പനി ഈസ് ത്രൂ റീടാർജറ്റ് അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കുന്നു, നമ്മൾ റീടാർജറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, റീമാർക്കറ്റിംഗ്, അവർക്ക് ഓഫറുകളോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ വീണ്ടും അട്രാക്ട് ചെയ്യും. ദിസ് ഗ്രേറ്റ് വേ ടു ഗെറ്റ് പീപ്പിൾ ഹു ഹാവ് വിസിറ്റഡ് യുവർ വെബ്സൈറ്റ് ഇൻ ദ പാസ്റ്റ്, ഹു ആർ പ്രീവിയസ്ലി ഷോൺ ഇൻ ദ ഇൻട്രസ്റ്റ് യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, സബ്കോൺഷ്യസ്ലി പിങ് ടു റിമൈൻഡ് ദം എബൌട്ട് യുവർ ബ്രാൻഡ്. അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് മെസ്സേജ് ചെയ്യുന്നു, അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ മെയിൽ ഐ ഡിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ വീണ്ടും സെർച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കറിയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവരുടെ സെർച്ച് പിന്നീട് എന്തായിട്ട് മാറ്റുന്നു, പർച്ചേസ് ഡിസിഷനായിട്ട് മാറ്റുന്നു. ഇനി എൻ്റർപ്രൈസ് മാർക്കറ്റിങ്ങിൽ പല സോഫ്റ്റ്വെയറുകൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ മാർക്കറ്റിംഗ് ട്രെൻഡും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ് അവർ കൂടുതലായിട്ട് കാണുന്നത്, ഏത് ആഡുകളാണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത്, അതൊക്കെ നോക്കുന്ന അതിൻ്റെ സോഫ്റ്റ്വെയറുകളുണ്ട്. എൻ്റർപ്രൈസ് മാർക്കറ്റിംഗ് ഇസ് ഓൾസോ ഡീലിംഗ് വിത്ത് മച്ച് മോർ എക്സ്പെൻസീവ് ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, ബ്രാൻഡ് എക്സ്റ്റൻഷൻ, ബ്രാഞ്ച് ലോഞ്ചസ്, സബ് ബ്രാൻഡ്സ് ദാൻ യുവർ ആവറേജ് മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും, ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, ലിസ്റ്റ് ഓഫ് അതിൽ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കാണും. അതിൽ ആരൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നു, സെർച്ച് ചെയ്യണോ, അതൊക്കെ നമുക്കറിയാൻ പറ്റുന്ന പല സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാൻ പറ്റുന്നു. അവരുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ, മെയിൽ ഐ ഡിയാണ് നമുക്ക് ആദ്യം കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം. ആ കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് അവർ ഓഫറുകളൊക്കെ കൊടുത്തിട്ട് അവരെ പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്, ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് 3 മെയിനായിട്ട് തന്നിട്ടുള്ളത്. ഹബ്സ്പോട്ട്, മാർക്കറ്റ് ടു, പാരഡോട്ട്. ഹബ്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഓഫർ പാക്കേജസ് ദാറ്റ് വിൽ ഹെൽപ്പ് ടു യു മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസ് ഡ്യൂട്ടീസ് അണ്ടർ കൺട്രോൾ വിത്ത് ഫുള്ളി ഓട്ടോമേറ്റഡ് സിസ്റ്റം. അതൊക്കെ നമുക്ക് അവർ സെർച്ച് ചെയ്യണതും അവരെ സെയിൽ ചെയ്യണതും എത്തിക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹബ്സ്പോട്ട്
HubSpot എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. പിന്നെ പാരഡോട്ട് എന്ന് പറയുന്നത് ഇതുപോലെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ്. B2B മാർക്കറ്റിംഗ്, അതായത് ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റിങ്ങിൽ സ്മോൾ ഓർഗനൈസേഷനും ലാർജ് ഓർഗനൈസേഷനായാലും മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ അത് അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെയാണ് അവരെ കണ്ടെത്താനും അവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് പാരഡോട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇനി മാർക്കറ്റ് ടു എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദെയർ ക്രോസ് ചാനൽ മാർക്കറ്റിംഗ് അപ്പ് ടു സ്പീഡ്. മാർക്കറ്റ് ടു then would make a great choice to offer automation of variety of marketing channels. നമുക്ക് പല മാർക്കറ്റിംഗ് ചാനലിലൂടെ അത് പ്രസൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. കസ്റ്റമർ ബേസ് മാർക്കറ്റിംഗ് ആൻഡ് മൊബൈൽ മാർക്കറ്റിംഗ്, കസ്റ്റമർ ബേസ് ആയിട്ട് അതായത് മെസ്സേജ് ചെയ്യുക, ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് ടു എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.